2024 രോഹിത് ശർമ്മയിൽ നിന്നും T20 നായകസ്ഥാനം ഏറ്റെടുത്ത സൂര്യകുമാർ യാദവ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റെ നേതൃത്വ പാടവം തെളിയിച്ചു കഴിഞ്ഞു. 2025 ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും ഇന്ത്യയുടെ ഷെൽഫിലെത്തിച്ചതോടെ സൂര്യയുടെ നായകത്വത്തിന് കീഴിൽ ഇന്ത്യ ടീം വലിയ ആത്മവിശ്വാസത്തിലാണ്. 2026 സ്വന്തം മണ്ണിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയാണ് ഫേവറിറ്റുകൾ. സൂര്യകുമാറിന്റെ നേതൃത്വത്തിന്റെ പ്രധാന സവിശേഷത അദ്ദേഹം ടീമിൽ കൊണ്ടുവന്ന പേടിയില്ലാത്ത സമീപനമാണ്. ഗ്രൗണ്ടിന്റെ എല്ലാ കോണിലേക്കും പന്ത് പായിക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ ടീമിലെ മറ്റംഗങ്ങൾക്കും വലിയ പ്രചോദനമാണ്. യുവതാരങ്ങളെ വിശ്വസിക്കാനും അവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകാനും അദ്ദേഹം കാണിക്കുന്ന താൽപര്യം ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും വിനോദ് കാംബ്ലിക്കും ശേഷം ഇത്രയേറെ ഹൈപ്പ് ലഭിച്ച മറ്റൊരു താരമില്ല. വെറും 14 വയസ്സുള്ള ഈ ഇടംകൈയൻ ബാറ്റർ ഇന്ന് ലോക ക്രിക്കറ്റിലെ തന്നെ അത്ഭുതമാണ്. വൈഭവിന്റെ സവിശേഷതകളും നിരവധിയാണ്. അസാമാന്യമായ പവർ ഹീറ്റിംഗ്. IPL രാജസ്ഥാൻ റോയൽസിനായി കളിച്ച ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ് വൈഭവ് തന്റെ വരവറിയിച്ചത്. റെക്കോർഡുകൾ തകർക്കുന്ന ഇന്നിംഗ്സുകൾ. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വെറും 35 പന്തിൽ സെഞ്ചുറി നേടിയ ലോകത്തെ അമ്പരപ്പിച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. സ്ഥിരതയാർന്ന പ്രകടനവും. അണ്ടർ 19 ഏഷ്യ കപ്പിൽ UAE-ക്കെതിരെ നേടിയ 171 റൺസ് താരത്തിന്റെ ക്ലാസ് തെളിയിക്കുന്നു. വിജയ് ഹസാരെ ട്രോഫിയിലും വൈഭവ് മികവ് തുടർന്നു. സൂര്യകുമാർ യാദവിന്റെ കീഴിൽ 2026 ലോകകപ്പിന് ശേഷം ഒരു പുതിയ ഓപ്പണറായോ മിഡിൽ ഓർഡർ പവർ ഹീറ്ററായോ വൈഭവ് വരുന്നത് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ആഴം വർദ്ധിപ്പിക്കും.